എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു നെക്ക് ഡിസൈൻ വന്നിട്ട് പ്രിൻസസ് കട്ട് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ഡ്രസ്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഈ നെക്ക് ഡിസൈൻ അങ്ങനെ അതേപോലെ ഏത് തരത്തിലുള്ള ഗാർമെന്റ് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗാർമെന്റിലേക്ക് ഈ ഒരു നെക്ക് പാറ്റേൺ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒപ്പം പ്രിൻസസ് കട്ടിന്റെ പാറ്റേണും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ എങ്ങനെയാ മേക്ക് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പാറ്റേൺ പ്രകാരം ഞാൻ ഇതേപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അളവ് പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടുള്ള സെന്റർ പീസ് ആണ്, അതായത് നമ്മുടെ കറക്റ്റ് ഷോൾഡർ ആം ഹോൾ ഒക്കെ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ്. ഇതേ അളവിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ ഒരു റഫ് ആയിട്ടുള്ള ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ നെക്ക് വിഡ്ത്ത് വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ നമുക്ക് ഈ ഷോൾഡറിന്റെ അളവ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് 7 ഇഞ്ചാണ് ഷോൾഡർ. അവിടെ ഞാനൊരു 1 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഷോൾഡർ സ്ലോപ്പിന്റെ ഭാഗം ജസ്റ്റ് ഇതേപോലെ ലൈൻ ഒന്ന് മുകളിലേക്ക് ടച്ച് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴും കൂടുതൽ നെക്ക് വിഡ്ത്ത് ഉള്ള ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലൗസ് ആയാലും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആം ഹോളിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് വേണം അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് എത്രയാണോ അവിടെ ക്ലോത്ത് വേണ്ടത് ആ അളവ് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ 2.5 ഇഞ്ച് വന്നതെന്ന് പറയാം. 1/2 ഇഞ്ച് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും സ്ലീവും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് വേണം. അപ്പൊ ആ 1/2 ഇഞ്ച് പോകും. പിന്നെ ബാക്കി ബാലൻസ് 2 ഇഞ്ചാണ് ഉണ്ടാവുക. അതിൽ 1/4 ഇഞ്ചോളം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ടും പോകും. ബാക്കി 1.25 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക 1.25 പോലെ 2 ഇഞ്ച് കറക്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2.75 ഇഞ്ച് എടുക്കുക. നമ്മളിപ്പോ 2.5 എടുത്തോടത്തിൽ നിങ്ങൾ 2.75 എടുക്കുക. അപ്പൊ എനിക്കിവിടെ 1.25 മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്രയാണോ നമുക്ക് അവിടെ തയ്ച്ചിട്ട് കിട്ടേണ്ട ആ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിന്റെ കൂടെ സ്ലീവ് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും എടുക്കുക. ഒപ്പം നെക്ക് ചെയ്യാനുള്ള 1/4 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. 3/4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കുക. ആം ഹോളിന്റെ ഭാഗത്തുനിന്ന് ഉള്ളോട്ടേക്ക് ഞാൻ ഇതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എനിക്ക് നെക്ക് വിഡ്ത്ത് ആയിട്ട് 4.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതായത് എന്റെ ഷോൾഡർ 7 ഇഞ്ച് ആയതുകൊണ്ടാണ് 2.5 ഇഞ്ച് പോകുമ്പോൾ ബാക്കി ബാലൻസ് നമുക്ക് 4.5 ഇഞ്ച് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ നെക്കിന് ഇറക്കം കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഇറക്കം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് 1/2 ഇഞ്ചിൽ ഷോൾഡർ തയ്ച്ചു കഴിഞ്ഞാൽ ബാക്കി 6 ഇഞ്ചിലാണ് നെക്ക് വന്ന് നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 6 ഇഞ്ച് എടുത്തത്. സോറി, 6.5 ഇഞ്ച് എടുത്തത്. അപ്പൊ ആ 6.5 ഇഞ്ച് ഇതേപോലെ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മുകളിലും അതുപോലെ തന്നെ താഴെയും നെക്ക് വിഡ്ത്ത് 4.5 ഇഞ്ചും നെക്കിന് ലെങ്ത് 6.5 ഇഞ്ചും ആണ്. ഇത് രണ്ടും നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ അളവാണ് എടുത്തത്. ഈ ഒരു മെത്തേഡ് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ അളവ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4.5നെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 2 പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. കറക്റ്റ് ഈക്വൽ ആയിട്ടല്ല, 2 പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഒരു 3 ഇഞ്ചും 1.5 ഇഞ്ച് എന്നുള്ള രീതിക്കാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് മുകളിലും താഴെയുള്ള പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. സെന്ററിലുള്ള ലൈനിൽ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് ലെങ്ത് ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. സൈഡിലുള്ള ലൈനിൽ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഈ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. പാറ്റേൺ എങ്ങനെയാന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അളവിലൊക്കെ നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താം. 6.5 ഇഞ്ചും ഈ 4 ഇഞ്ചും തമ്മിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 4 ഇഞ്ചും 5 ഇഞ്ചും തമ്മിലും ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രഞ്ച് കർവ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട. ജസ്റ്റ് കൈ വെച്ചിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. അപ്പൊ ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. അതായത് താഴെ ഇരിക്കുന്നത് നമ്മുടെ കറക്റ്റ് നെക്കിന്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ. അതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ ആ നോട്ട് കൊടുക്കുന്ന ഭാഗമായിട്ട് വരിക. അത് ശരിക്കും കട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. ഇവിടെ നമ്മൾ നെക്ക് ഡിസൈൻ ഫ്രണ്ടിലെ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 4.5 ഇഞ്ചാണ് നമുക്ക് നെക്കിന് വിടുത്തായിട്ടും വരുന്നത്. അപ്പൊ അത് അത്യാവശ്യം നല്ല വിടുത്തുള്ള നെക്ക് ആയതുകൊണ്ട് തന്നെ നെക്കിന് ഇറക്കവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഒന്നെങ്കിൽ ബോട്ട് നെക്ക് പോലെ ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് ഇറക്കം വരെ നിങ്ങൾക്ക്
നോർമൽ നെക്ക്, റൗണ്ട് നെക്ക് ചെയ്യാം. അതായത് ഒരു ബ്ലൗസ് ആണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ അത്യാവശ്യം അറക്കം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോൾഡർ റെഡ്യൂസ് ചെയ്യണം. ഷോൾഡറും ആം ഹോളും റെഡ്യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ ഇതൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ സൈഡിലേക്കുള്ള പീസേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് സെയിം അളവ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്യാൻവാസ് പേപ്പറിലേക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ ആദ്യമേ ക്യാൻവാസ് പേപ്പറിൽ വരച്ചാൽ പോരെ, എന്തിനാണ് ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ചതെന്ന്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡറിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ചത്. ക്യാൻവാസ് പേപ്പർ നമ്മൾ ഇതേ എന്താ പറയാ വീതിയും നീളത്തിനനുസരിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് പേപ്പർ വേസ്റ്റേജ് വരും. ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്ക് വേസ്റ്റേജ് വരില്ല. അപ്പൊ ഇനി എത്രയാണോ നമുക്ക് കറക്റ്റ് ആവശ്യം എന്ന് വെച്ചാൽ ആ അളവനുസരിച്ചിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ നെക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പൊ അതിലേക്ക് ഒരു 1 ഇഞ്ചും കൂടി കൂട്ടി 5.5 ആയിരിക്കണം ക്യാൻവാസ് പേപ്പർ മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്ത്. ലെങ്ത് ആയിട്ട് നമ്മൾ 6.5 ആണ് എടുത്തത്. അതിലേക്ക് ഒരു 1 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ആയിരിക്കണം ക്യാൻവാസ് പേപ്പറിന്റെ ലെങ്ത്. അല്ലാതെ നമ്മൾ ആദ്യമേ ഇത്രയും നീളവും വീതിയുള്ള ഒരു പീസ് എടുക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് പേപ്പർ വേസ്റ്റേജ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. 11 ഇഞ്ച് വിഡ്ത്തും 7.5 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് രണ്ടാക്കി മടക്കുന്നുണ്ട്. രണ്ടാക്കി മടക്കുമ്പോൾ 5.5 ഇഞ്ചാണ് ക്യാൻവാസ് പേപ്പറിന്റെ വിഡ്ത്ത് ആയിട്ട് വരിക. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഉള്ളോട്ടേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ചിലും ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. ഈ ബോക്സിനെ നമ്മൾ 3 ഇഞ്ചും 1.5 ഇഞ്ചും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അഗെയിൻ ഒരു ബോക്സും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ നേരെ താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റത്തുള്ള ലൈനിൽ മുകളിൽ നേരെ താഴോട്ടേക്ക് ഒരു 5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് വരച്ച അതേ ഷേപ്പ് ഇതിൽ വരച്ചെടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് സെന്റർ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാൻവാസ് പേപ്പർ അവിടെ വെച്ചിട്ട് ബാക്കി എന്താണോ നമ്മുടെ ഷേപ്പ് അത് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ പേപ്പർ ഫോൾഡ് ചെയ്ത് ഇടാത്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് ആ നെക്കിന്റെ ഷേപ്പ് എന്താണെന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ക്യാൻവാസ് പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്താണ് നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എന്ന്. എനിക്കിത് കാണുമ്പോൾ താജ്മഹലൊക്കെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല. ജസ്റ്റ് ഇതാണ് നമുക്ക് വേണ്ട ഒരു ഷേപ്പ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം വേരിയേഷൻസ് വരുത്താട്ടോ. ജസ്റ്റ് ഞാനിതൊന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഏത് ക്ലോത്തിലാണോ ഈ ഒരു പാറ്റേൺ അയൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്തിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിന്റെ എല്ലാ വശങ്ങളും മുകൾ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 സൈഡും ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി പ്രിൻസസ് കട്ടിന്റെ സെന്റർ പീസ് എടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിന്റെ കറക്റ്റ് സെന്റർ വെച്ച് കൊടുക്കുക. 2 പീസിലും സെന്റർ നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. സെന്ററിൽ നമുക്കൊരു യു ഷേപ്പ് ഉണ്ട്. ആ യു ഷേപ്പ് ഇങ്ങനെ എൻഡ് ചെയ്യുന്ന 2 പോയിന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 2 സൈഡിലായിട്ട് ഇതേപോലെ ഉണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡോറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോറി വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഡോറി ഇതേപോലെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മെയിൻ ക്ലോത്തിന്റെ മുകളിലായിട്ട് ഈ ഡോറി വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ എവിടെയാ വെച്ച് കൊടുക്കണ്ടേ, കറക്റ്റ് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡോറി കുറച്ച് മുകളിലേക്ക് പൊക്കി വെക്കാം. എന്നിട്ട് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അവിടെ ഇതേപോലെ പിൻ കുത്തി കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുക. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ഡോറി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡോറി കുറച്ച് മുകളിലേക്ക് പൊക്കി വെക്കണം. കാരണം സ്റ്റിച്ച് കറക്റ്റ് ഡോറിയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് കേട്ടോ. നല്ല രീതിക്ക് പിൻകുത്തി കൊടുക്കുക. എന്താണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അവിടെ എൻഡ് എത്തുന്ന സമയത്ത് അവിടെ സൂചി ഇറക്കി നിർത്തുക. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരു കർവ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ കർവിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ആ കർവിന്റെ ടോപ്പിലായും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡോറി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് ഇതേപോലെ ഒരു 2 പ്രാവശ്യം മുന്നോട്ടും ബാക്കോട്ടും ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുക്കാതെ സിംഗിൾ സ്റ്റിച്ച് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഡോറി പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, തുന്നയക്കണം, പിന്നെ സ്റ്റിച്ച് ചെയ്യണം. ഭയങ്കര പണിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ചെറുതായിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം നമ്മൾ ആ യു ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് എത്തുന്ന സമയത്ത് അവിടെയും ഇതേപോലെ ഡോറി ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് ലോക്ക് ഇട്ടിട്ട് കറക്റ്റ് ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം അതേപോലെ കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിലൊക്കെ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ആ യു ഷേപ്പിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കട്ട് കൊടുക്കുക.
അപ്പോഴേ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പൊ ഇതേപോലെ നമ്മൾ നിവർത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒരു ഭാഗത്തും ലൈനിങ്ങും അതുപോലെ തന്നെ സീം അലവൻസും ഓപ്പോസിറ്റ് സൈഡിലും വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി റാൻഡം ആയിട്ട് കൊടുക്കുക. നമ്മൾ ആ യു ഷേപ്പ് കൊടുത്ത ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറ്റുന്ന ഭാഗങ്ങളൊക്കെ ചെയ്തെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ നെക്ക് വരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ കൊടുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. യു ഷേപ്പ് എൻഡ് ചെയ്യുന്ന രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഡോറി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡോറി ഇങ്ങനെ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, ഞാൻ അത്യാവശ്യം ബലം കൊടുത്തിട്ടാണ് ആ ഡോറി വലിച്ചത്. അപ്പൊ ആ ഡോറി എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ നിന്നത്? കാരണം ഞാൻ അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ അവിടെ സിംഗിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഡോറി ചെയ്തെടുത്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അപ്പൊ നേരെ മറിച്ച് നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്താൽ അത് വിട്ടുപോരില്ല. അതുകൊണ്ടാണ് പറ്റുന്നത് പോലെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇനി ഒന്നുമില്ല, ഓൾറെഡി നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷ് ആയി വന്നിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിന്റെ അടിയിലേക്ക് ലൈനിങ് വെച്ചിട്ട് ഒന്നും കൂടി പതിച്ചടിക്കുക. എന്താണോ നിങ്ങൾ നെക്കിന് ഷേപ്പ് കൊടുത്തത് ആ ഷേപ്പ് പ്രകാരം നെക്ക് ഒന്ന് പതിച്ചടിക്കുക. നെക്ക് പതിച്ചടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു വേറെ തന്നെ ഒരു ഷേപ്പ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഷേപ്പ് ഒക്കെ അതേപോലെ കിട്ടുന്ന രീതിയിൽ മെല്ലെ സമയം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇതിലേക്ക് നമ്മൾ പ്രിൻസസ് കട്ടിന്റെ രണ്ട് സൈഡിലുള്ള പീസ് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാം. മൊത്തമായിട്ട് ഞാൻ പ്രിൻസസ് കട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്രണ്ടിലെ ഭാഗം ഇതേപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ബാക്ക് പീസും കൂടി ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഈ രണ്ട് ഭാഗത്തുള്ള കയറ് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും നെക്ക്. പിന്നെ ഇത്രയും നെക്ക് വിടുത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നെക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം സെന്ററിൽ നമ്മുടെ നെക്കിന്റെ ഭാഗത്തായിട്ട് ഈ കെട്ട് വരുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ അങ്ങനെ ഇരുന്നോളും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.